മലയാളത്തിൽ ഈ വർഷം തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളിൽ ബോക്സ് ഓഫീസ് വിജയവും നിരൂപക ശ്രദ്ധയും ഒരുപോലെ നേടിയ ചിത്രമായിരുന്നു കളങ്കാവൽ. മമ്മൂട്ടി ഒരിക്കൽ കൂടി ഒരു നവാഗത സംവിധായകനൊപ്പം എത്തിയ ചിത്രത്തിൽ വിനായകനായിരുന്നു ശരിക്കും നായകൻ, മമ്മൂട്ടി പ്രതിനായകനും. ഡിസംബർ 5-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. മമ്മൂട്ടി വില്ലനായി എത്തുന്നു എന്നതുൾപ്പെടെയുള്ള പല ഘടകങ്ങളാൽ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രമായിരുന്നു ഇത്. ആദ്യ ഷോകൾക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടെ ചിത്രം ബോക്സ് ഓഫീസിലും കുതിച്ചു. ഇപ്പോഴിതാ ചിത്രം OTT-യിലേക്കും എത്തുകയാണ്. തിയേറ്ററുകളിലെത്തി 25-ാം ദിനത്തിലാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വരുന്നത്. പ്രമുഖ പ്ലാറ്റ്ഫോമായ സോണി ലിവിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ്. ജനുവരി മാസത്തിൽ എത്തുമെന്നതല്ലാതെ തീയതി അറിയിച്ചിട്ടില്ല. അത് വൈകാതെ പ്രഖ്യാപിക്കും. ചിത്രത്തിന്റെ ഇതുവരെയുള്ള ആഗോള കളക്ഷൻ നിർമ്മാതാക്കൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. മറുഭാഷ പ്രേക്ഷകരിലേക്ക് കൂടുതൽ റീച്ചിന് OTT റിലീസ് ചിത്രത്തെ സഹായിക്കും. മലയാളത്തിന് പിന്നാലെ ചിത്രത്തിന്റെ ഹിന്ദി ടീസറും സോണി ലിവ് പുറത്തുവിട്ടിട്ടുണ്ട്. മമ്മൂട്ടി ഒരു സീരിയൽ കില്ലറായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ വിനായകൻ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനാണ്. ഇരുവരും തമ്മിലുള്ള പ്രകടനത്തിലെ കൊടുക്കൽ വാങ്ങലുകളായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പ്രേക്ഷകർ ഇത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഈ വർഷം ഇറങ്ങിയ മറ്റൊരു മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ OTT റിലീസ് ഏറെ വൈകിയിരുന്നു. ജനുവരിയിൽ തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഡിസംബറിലാണ് OTT-യിലെത്തിയത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.